ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഇന്നും എന്നോട് കൂടി യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കല്ലേ. ഇന്ന് ഞാൻ നിങ്ങളെ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കണ്ട സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. പരമാവധി ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഒരാളും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച സാധനമല്ല അത്. ഇത് നമ്മുടെ തേക്കിൻ്റെ വേരാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ 5:30 മണിക്ക് യാത്ര പുറപ്പെട്ടതാണ്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം ഊട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കുടുംബ യാത്രയാണ്. 10-24 പേരുണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പട്ടാമ്പിൽ കൂടിയാണ് യാത്ര. അപ്പോൾ പോണത് നിലമ്പൂർ കാടുകളിൽ കൂടിയാണ് ഞങ്ങൾ പോണത്. നിലമ്പൂർ വഴിയാണ് പോകുന്നത്. അവിടെ നമ്മുടെ ഭാരതപ്പുഴ അതേക്ക് എടുക്കുന്നുണ്ട്. പട്ടാമ്പിയിൽ എത്താനായപ്പോൾ കണ്ട നിലാനദി കാഴ്ചകളാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലെ ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. എല്ലാ ഭാഗവും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാച്ചു. നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മുടെ നാട് സത്യത്തിൽ വളരെ മനോഹരമാണ് അല്ലേ. പക്ഷേ അതിനെ നമ്മൾ വൃത്തികേടാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്, നല്ല ചൂടല്ലേ. അതുകൊണ്ട് എന്നാലും പച്ചപ്പ് കാണുന്നുണ്ട്, ചില ഭാഗത്തൊക്കെ നന്നായിട്ട് പച്ചപ്പ് കാണുന്നുണ്ട്. പട്ടാമ്പിയുടെ പല ഭാഗത്തു കൂടിയാണ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകനാടൻ ഗ്രാമഭംഗി കണ്ടുകൊണ്ട് നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ വണ്ടിയിൽ നല്ല പാട്ടും ബഹളമൊക്കെ ആയിട്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ പച്ച പിടിച്ച സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഗ്രാമഭംഗി. അപ്പോൾ കൊപ്പം വഴിയൊക്കെ കടന്ന് ഞങ്ങളിതാ പെരിന്തൽമണ്ണയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുലാമന്തോൾ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. പുലാമന്തോൾ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ, പുലാമന്തോൾ മൂസ്. ഐതിഹ്യമാലയിൽ ഇഷ്ടം പോലെ വിശേഷങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ച്. അഷ്ടവൈദ്യ കുടുംബത്തിൽപ്പെട്ടതാണ് പുലാമന്തോൾ മൂസ് കുടുംബം. ഇപ്പോൾ പെരിന്തൽമണ്ണയിലത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയുടെ പല ഭാഗത്തു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്കൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. പണ്ട് പ്രാവശ്യം തിരുമാന്താംകുന്ന് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ഭാഗത്തെ കൂടെ ഒന്നല്ല വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അയ്യോ, വണ്ടിയിൽ മുട്ടണ വിധത്തിലാണ് കേബിളൊക്കെ കാണുന്നത്. കുഴപ്പമൊന്നുമില്ലാതെ കടന്നു കിട്ടി. അവിടെ റോഡിന് ഇരുവശത്തും പച്ചപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കടകളും കാണുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ പേരെടുത്ത മൗലാന ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട്. മ്യൂറൽ പെയിൻറ്റിങ്ങിന് പേര് കേട്ട പള്ളിക്കൽ ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് എവിടെയാണ്ടാണ്. അവിടേക്കുള്ള വഴി കണ്ടു. പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ സ്ട്രീറ്റുകളുണ്ട് തോന്നുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അവിടെ എത്താൻ കുറച്ച് നേരം കൂടിയും വേണം. കയറ്റം കയറിയും ഇറങ്ങിയും ഒക്കെയുള്ള യാത്ര നല്ല രസമുണ്ട്. എന്തായാലും രാവിലെയുള്ള ഈ യാത്ര കേട്ടോ. ദൂരെ ചില മലനിരകൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അലയിലുണ്ടായിരുന്ന പലരുടെയും വീട് ഇവിടെ പെരിന്തൽമണ്ണ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടായിരുന്നു അലയും സ്മരണകളായി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടൂരിലേക്ക് കടക്കാനായിരിക്കുന്നു. ഇപ്പോൾ വണ്ടൂരിലേക്കൂടെയാണ് യാത്ര പോകുന്നത്. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വണ്ടൂർ വണ്ടൂരും കഴിഞ്ഞിപ്പോൾ നിലമ്പൂർക്ക് കടന്നിരിക്കുന്നു. നല്ല ഭംഗിയുള്ള റോഡല്ലേ, എന്താ രസം. രണ്ട് ഭാഗത്തും ഇങ്ങനെ മരങ്ങൾ നിറഞ്ഞ് മേലാപ്പ് വിരിച്ച പോലെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. കണ്ണിന് കുളിർമയാകുന്ന നല്ല കാഴ്ച അല്ലേ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് നിലമ്പൂർക്ക് ഒരു ജംഗ്ഷനാണ്. ആകെ കൺജസ്റ്റഡായിരിക്കുന്നു. അവിടെ എന്തോ ഇലക്ട്രിക് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വയറ് കിടക്കണ കാരണം
വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. ഒരു അടുത്തുള്ള കടയിൽ ഇതാ വെറ്റില വെച്ച് ഒരാൾ വെറ്റിലൊക്കെ ഇട്ട് മുക്കുന്നുണ്ട്. കേരളത്തിലേക്കുള്ള എല്ലാ വെറ്റില ഇവിടുന്നാണ് പോണതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം വെറ്റിലുണ്ട്. കുറച്ച് നേരം അവിടെ കിടന്നു വെച്ചാലും പിന്നെ അവിടുന്ന് വേഗം മെയിൻ റോട്ടിലേക്ക് കയറാൻ പറ്റി. ഇപ്പോൾ നിലമ്പൂർ ഊട്ടി റോട്ടിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ പിന്നിട്ട് ഹോട്ടൽ അന്നപൂർണയിൽ കയറി ഒരു നെയ് റോസ്റ്റൊക്കെ അടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് കേട്ടോ. ഈ കാണുന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് എന്നു പറയാം. കേട്ടിട്ടുണ്ട്, എപ്പോഴോ എങ്ങനെയോ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് അതിനെ കൂടുതലെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഇത് ഊട്ടി റോട്ടിലൂടെ നിലമ്പൂർ ടൗണിൽ നിന്ന് ഊട്ടി റൂട്ടിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. ലോകത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള തേക്കും ഇവിടെ തന്നെയാണുള്ളത്. 10 മണിക്ക് അവിടെ തുറക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. തിങ്കളാഴ്ച പിന്നെ ഇവിടെ അവധിയാണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും ഒന്നും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് കഴിഞ്ഞിട്ട് 4:30 വരെ നമുക്ക് എല്ലാവർക്കും പോയി കാണാം. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് മ്യൂസിയം കാണാനെത്തിയേക്കുന്നത്. 10 മണിക്കേ തുറക്കുള്ളൂ. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവരും. ഗേറ്റ് തുറന്നു. എല്ലാവരും അകത്ത് കിടന്ന് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിൽ ഓടുകയാണ്. അകത്താണ് ടിക്കറ്റ് കൗണ്ടർ. ആ കാണുന്നതാണ്. 50 രൂപയാണ് കേട്ടോ പ്രവേശന ഫീസ്. ധാരാളം മുളങ്കാടുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളൊന്നും അകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. വെള്ളമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ആകെ മുളങ്കൂട്ടൊക്കെ ഉണ്ട്. ചൂട് സഹിക്കണില്ല കേട്ടോ. പക്ഷെ ഹലോ, അമ്മൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. എന്താ പേര്? അരുന്ധതി. എവിടെയാ നാട്? കോയമ്പത്തൂര്. കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ ഇത് കാണാൻ വന്നേക്കുക. തേക്കിൻകാട് മൈതാനം. തേക്കിൻകാട് മൈതാനല്ല, തേക്ക് മ്യൂസിയം അല്ലേ? ആ, സന്തോഷം പരിചയപ്പെട്ടതിൽ. അപ്പോൾ അമ്മൂസ് ട്രാവലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഹലോ, ഞാൻ അമ്മൂസ് ട്രാവലോഗ്. അമ്മൂസ് അവിയൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലും കൂടി ഉണ്ട്. അതിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെ പരിചയപ്പെടാൻ കഴിയുന്നതിൽ സന്തോഷം. എല്ലാവരും തേക്ക് മ്യൂസിയം കാണാൻ വന്നേക്കാണല്ലോ. എന്താ താങ്കളുടെ പേരെന്താ? അബ്ദുൾ സലീം. സ്ഥലം എവിടെയാ? പാലക്കാട്. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടതിൽ സന്തോഷം. എന്താ മോളുടെ പേരെന്താ? സെൽഫ ഫാത്തിമ. എന്താ ചെയ്യണേ? എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 6ലേക്ക് പോവാണ് ഇനി. അത് ശരി. ഏത് സ്കൂളിലാണ്? താങ്കളുടെ പേരെന്താ? മുത്തലിഫ്. നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് അല്ലേ? ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത് അല്ലേ? 12 പേരുണ്ട് അല്ലേ? വളരെ നന്നായിരിക്കട്ടെ. എന്തായാലും എൻജോയ് ചെയ്യൂ. അപ്പം നിങ്ങളെല്ലാവരും അമ്മൂസ് ട്രാവലോഗ്. അപ്പം ഇവരൊക്കെ അതേ ഇവരുടെ കൂട്ടത്തിലുള്ളവരാണ്. എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ പരമാവധി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. ഓ, ചൂടുണ്ടെങ്കിലും നല്ലൊരു സുഖം ഈ തണലത്തെത്തിയപ്പോൾ. ഇല്ല, ഇതെടുത്തിട്ടില്ല. ഇതാ നമ്മളെ ഇതേത് ഭഗവാനാ? ഭൂമിനെയും പിടിച്ചിരിക്കുന്നുണ്ട്.
ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത, അതിനെപ്പറ്റി എല്ലാവർക്കും ഒരു പാഠം നൽകാനാണ് ഈ മ്യൂസിയത്തിൻ്റെ ഉദ്ദേശം. ധാരാളം പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. മുളങ്കൂട്ടങ്ങളാണ് കൂടുതൽ കേട്ടോ. റോസ് പൂവൊക്കെ ഉണ്ട്. ഒരു ചെതൽപ്പുറ്റ് നോക്കൂ, ചെതൽപ്പുറ്റ് മാറിയിരിക്കുകയാണ്. തേക്കുള്ളടത്ത് ചെതലുണ്ടാവും. തേക്കുകളുള്ള ചെതലിൻ്റെ ആവാസം കൂടുതലാണെന്നാണ് പറയുന്നത്. അവിടെ മരം ഉണ്ടായിരുന്നു എന്നറിയില്ല. ഒരു ചെതൽപ്പുറ്റാണ് ഇപ്പോൾ കാണുന്നത്, വലിയ ചെതൽപ്പുറ്റ്. ഈ കൃത്രിമ ജലധാരയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണിക്കൊന്നയാണെന്ന് കുറച്ചും കണിക്കൊന്ന പൂക്കും. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ. തേക്കിൻ്റെ വേര് പടരാണ് ഈ കാണുന്നത്. അത് മുകളിലേക്ക് ആക്കിയേക്ക് കണ്ടില്ലേ. എല്ലാ കാഴ്ചകളും ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. തേക്കിൻ്റെ വേര് പടലം, റൂട്ട് സിസ്റ്റം. ഇവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം എല്ലാവർക്കും മ്യൂസിയത്തിലേക്ക് കിടക്കാൻ. ഓരോരുത്തരും ചെരുപ്പ് കൊണ്ടൊക്കെയാണ് അവിടെ. നമ്മളിതാ മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. ഈ അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം. ഇതൊക്കെ തേക്ക് കൊണ്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തേക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചെന്നാണ് ഉണ്ടല്ലേ. ഒരു സിറ്റിംഗ് റൂം സെറ്റപ്പാണ്. ഇവിടെ ഇരിക്കരുതൊന്നും ഇരിച്ചിട്ടുണ്ട് കേട്ടോ. പോയി സെറ്റി ഒരു വലിയ 10-15 ആൾക്കാർ കൂടി പട്ടിട്ട് പിടിക്കേണ്ടി വരും. ആ ഒരു മിനിറ്റ് ഉണ്ട്. ഞാൻ വലിയ വട്ടത്തിലുള്ള അല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഒന്നല്ല ചേട്ടാ. The future of Earth is in your hands to protect or mar. ഒരു മിനിറ്റ് ഒന്ന് തിരിഞ്ഞോട്ടെ. ചിലരൊക്കെ ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ കയറി നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. ഇവിടേക്ക് ഞാൻ കയറി വെക്കുന്നുണ്ട്. ആ തേക്കും തടി ഇട്ടേക്കുക. ഇതാ ഉണ്ടോ, വലിയ തേക്കും തടി. അമ്മ എന്താ എൻ്റെ കണ്ടില്ലേ. കാടിൻ്റെ പശ്ചാത്തലം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഞാൻ എല്ലാം നോക്കി കാണിച്ചു തരാം. എന്താ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇങ്ങനെയാണ്
തേക്കും കാട്. ഇതാണ് തേക്ക് കുടുംബം. അതേ മോള് അവിടെ നിന്ന് ടെക്ടോണ ഗ്രാൻഡിസ്. മോനെ അത് തുടരുത് കേട്ടോ. ടെക്ടോണ ഫിലിപ്പൈൻസിന് കൊണ്ടുണ്ടാവും. ഒക്കെ മറന്നുപോയി. ഓർമ്മ പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് ഈ തേക്ക് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രം, ആവാസ വ്യവസ്ഥ, തേക്കിൻ്റെ ഉപയോഗങ്ങൾ തുടങ്ങിയ എല്ലാ പഠനങ്ങളും ഇവിടെ കാണാം. അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ആവശ്യം. സ്വാഭാവികമായിട്ടുള്ള മണ്ണ്, തേക്കിൻ കാട്ടിൽ കാണുന്ന മണ്ണാണ് ഈ കാണുന്നത്. മഷ്റൂം ഉണ്ടാകൊണ്ട് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെതൽപ്പുറ്റുകൾ 1840കളിലാണ് ബ്രിട്ടീഷുകാർ ലോകത്ത് ആദ്യമായിട്ട് തന്നെ നിലമ്പൂരിലൊരു കനോലി പ്ലോട്ട് എന്ന തേക്ക് പ്ലാന്റേഷൻ തുടങ്ങുന്നത്. ഹലോ, അവിടെ ഇരിക്കരുത്, അവിടെ ഇരിക്കാൻ പാടില്ല. തേക്കിൻ്റെ ഹിസ്റ്ററിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1995 തേക്ക് മ്യൂസിയം ആരംഭിച്ചത്. ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള തേക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതൊരു തേക്കിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്, വിറ്റ്നസ് ഓഫ് ഹിസ്റ്ററിയാണ്. ഇതാണ് ഞാൻ വട്ടം കറങ്ങുന്നത്. ഇവിടെ ഓരോ വർഷവും തേക്ക് വളർന്നതിൻ്റെതാണ്. 300, 200, 350 വർഷം അങ്ങനെ കാണിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കിയായിരുന്നു ചേട്ടൻ. എന്തെല്ലാം ശില്പങ്ങൾ കൊത്തിവെച്ച പോലെ ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര കൊതി തോന്നി. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്താണ്. എന്തൊക്കെയോ ആൾരൂപങ്ങൾ, എന്തൊക്കെയോ രൂപങ്ങൾ എനിക്കതിൽ ദർശിക്കാൻ കഴിയുന്നുണ്ട്. കണ്ടില്ലേ, പല രൂപങ്ങളും കൊത്തിവെച്ച പോലെ തോന്നുന്നു. എൻ്റെ പേരുകളുടെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ തനിയെ മുകളിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കൂടെ വന്നവരൊന്നും ഇങ്ങോട്ട് വന്നില്ല. കൂടെ ആ ഏട്ടനും എടുത്തിനും ചേച്ചിട്ടും മാത്രമേ വന്നുള്ളൂ. പിന്നെ വേറൊരു ഫാമിലി മാത്രം, ബാക്കി ആരും വന്നില്ല. എടുക്കുന്നത് കാണാനുള്ള മോഹം ഉണ്ടായില്ല. കഷ്ടമായിപ്പോയി. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഉത്തമ വൃക്ഷം, തേക്ക് തോട്ടത്തിലെ ഷഡ്പദങ്ങൾ, ഇൻസെക്ട്സ് പലതരമുണ്ട്. പൂമ്പാറ്റകളും ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആയിട്ട്. കുറേ കുട്ടികളെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. അവിടെ കുറേ കലാവസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പിക്ചർ എടുക്കണ തിരക്കിലാണ്. നിങ്ങളൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ഇതൊക്കെ അവിടുത്തെ
പ്രദർശന വസ്തുക്കളാണ്. തേക്ക് കൊണ്ടുണ്ടാക്കിയ തോക്കും എല്ലാം ഉണ്ട്. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളാണ്, പഴയകാലത്തെ വിളവെടുപ്പ് ഉപകരണങ്ങൾ. ഇതൊക്കെ ഒരു ഇതിലാക്കി വെച്ചേക്കാണ്. കറിപ്പ, അരിവാള്, അങ്ങനെ പലതുണ്ട്. ഒരു താഴികക്കൂടെ ഉണ്ടാക്കിയേക്കുന്നതാണ് തേക്കുകൊണ്ട്. ഇതാ തേക്കിൻ്റെ താഴികക്കുട. ഇനി മോളിക്ക് പോയാൽ ഓടി കാണാൻ പറ്റുക. അതിനുള്ള നേരം ഉണ്ടാവും തോന്നുന്നില്ല. എൻ്റെ കാത്ത് എല്ലാവരും അവിടെ കാത്തിക്കുകയാണ്. ഇത് തേക്ക് തടിയുടെ ഹിസ്റ്ററി പറയണ കാഴ്ചകളാണ്. അപ്പം ഞാനിത് കാണിച്ചതിനേക്കാളും നല്ലത് നിങ്ങളെല്ലാവരും വന്നത് ഒരിക്കൽ കാണുകയാണ്. മേന്മ തേക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് തേക്കുകൾ അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. തേക്ക്, ഈട്ടി, കരിമരുത്, കാരകിൽ, അങ്ങനെല്ലാം മരത്തിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടാണ്. ഇത് വൈകല്യം വന്ന തേക്ക്, ഡിഫോർമിറ്റീസ് ഓഫ് തേക്ക് വുഡ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പലതരം തേക്ക് തടികൾ. ഇത് തേക്ക് കൊണ്ടുള്ളൊരു ആട്ടുകട്ടിൽ ഇരുന്ന് ആടാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇരിക്കരുതെന്ന് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ഇത് നമ്മുടെ വീടുകളിൽ തേക്കിൻ്റെ ഉപയോഗങ്ങൾ. ഇത് തേക്ക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഓൾ ടോപ്പ് ഡെസ്ക്, ചാരി കസേര, കട്ടില്, ഇതൊക്കെ ഏതോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെന്നാ തോന്നുന്നു. ഈസി ചെയർ, തൊട്ടില്, പക്ഷെ ഒന്നും തുടരുതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് പല്ലാങ്കുഴി. ഇതിപ്പോൾ കളിക്കാനറിയുന്ന കുട്ടികളൊന്നും ഇല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കുറേ കളിച്ചിട്ടുണ്ട്. ഇതൊരു മരുന്ന് പെട്ടിയാണ്, പലതരം മരുന്നുകൾ വെക്കുന്നതാണ്. ഒന്ന് തുറന്ന് നോക്കട്ടെ, എന്നാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ ഓരോ തരം മരുന്നുകൾ ഇട്ട് വെച്ചിരുന്നതാണ് പണ്ട് കാലത്ത്. കണ്ടില്ലേ, ഇങ്ങനെ മരുന്നുകൾ ഇട്ട് വെച്ചിരുന്നതാണ്. ബാരല്, നടക്കണ വടിയിട്ടിരിക്കണം, പുസ്തകങ്ങൾ, പണപ്പെട്ടി എല്ലാം ഉണ്ട് ഇവിടെ. ഇത് പണ്ട് കാലത്തെ മരുന്ന് പെട്ടിയാണ്. കണ്ടില്ലേ, കുറേ കളറുകളുണ്ട്. ഇതൊക്കെ ഓരോ തരം മരുന്നിട്ട് ചേർന്നാണ്. ഇരുപത് കളറ വലിയതുണ്ട്, പിന്നെ രണ്ട് വേറെ വ്യത്യസ്ത രീതിയിലുള്ള കളറുണ്ട്. അതിലൊക്കെ മരുന്നിട്ട് ചേർന്നാണ്. ഒരു സൈറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എൻ്റെ പുഴക്കൂടെ തേക്ക് കൊണ്ടുപോയിരുന്നാന്ന് തോന്നുന്നു. കാണിക്കുന്നുണ്ട്, സൈക്കിൾമാരെ തലയിലേറ്റ് കൊണ്ടുപോയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തോമസ് ഹാൾട്ടൺ ബോർഡിലോൺ, തോട്ടങ്ങളുടെ ചരിത്രം.
TF ബോഡി ലോണിൻ്റെ നാമം എടുത്തു പറയേണ്ടതാണ്. 1869 1999 വരെ തിരുവിതാംകൂറിൽ വനപാലകനായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഇദ്ദേഹമാണ് ആദ്യം തേക്ക് പിടിപ്പിക്കുന്ന രീതി, കുറ്റി വെച്ചിട്ട് തേക്ക് പിടിപ്പിക്കുന്ന രീതി ആവിഷ്കരിച്ചത്. ആര്യങ്കാവ് വനപ്രദേശത്തുള്ള തേക്ക് ഇദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നു. ഇനി ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ തേക്കിൽ നിന്ന് വെച്ച സാധനങ്ങളാണ്. കുറേ കാഴ്ച വസ്തുക്കളുണ്ട്. ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങട്ടെ. എൻ്റെ കൂടെ വന്നവരൊക്കെ താഴ്ത്തേക്ക് തന്നെ. ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് ഓടിക്കാൻ നടന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഊട്ടിക്ക് പോകേണ്ടതാണ്. അതിനിടയിൽ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നെക്കകത്ത് ബാക്കിയുള്ളവരൊക്കെ അവിടെ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ 3-4 പേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. പലതരം ഇൻസെക്റ്റുകളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. കണ്ടില്ലേ, കുറേ ദൂരം നടക്കാണ്ട് തോന്നുന്നു അവിടെ. പക്ഷേ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്കിഷ്ടമാണ് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാൻ. പക്ഷേ എൻ്റെ കൂടെ വന്നവരെയും കൂടി ഞാൻ മൈൻഡ് ചെയ്യണമല്ലോ. 2 തവള ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാലോ. അങ്ങോട്ട് നോ എൻട്രിയാണ്. അവിടെ വനപ്രദേശങ്ങൾക്ക് നോ എൻട്രിയാണ്. അവിടെ കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്, വള്ളി ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അവരൊക്കെ ആടിക്കളിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. പക്ഷെ ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അതിനൊന്നും നേരമില്ല. അവിടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് തോന്നുന്നു. പക്ഷെ അവിടേക്കൊന്നും പോകാനുള്ള സമയമില്ല ഇപ്പോൾ. പറ്റുമെങ്കിൽ വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. 2 തവളകൾ ഇവിടെ നിന്നിട്ട് എന്ത് രസമാണ് കാണാൻ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് വേഗം പോകേണ്ടതുകൊണ്ട് ഞാനൊരു സ്ഥലം കാലിയാക്കാം കേട്ടോ. തേക്ക് മ്യൂസിയത്തിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത്. ജൈവവിഭവ ഉദ്യാനം. അവിടേക്കൊന്നും പോകാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ട് ഓടിപ്പോവും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മോളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വരും. അത്രയേ ഉള്ളൂ. കുറേ ദൂരം ഉണ്ട് ഉള്ളിലേക്ക്. അവിടേക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് പോകുന്നില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. കുടുംബസമേതം വരുന്നവർക്ക് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം കുടുംബസമേതം വരാൻ നിങ്ങളെല്ലാവരും വന്നാൽ നന്നായിരിക്കും. ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പിൽ നിന്നിട്ട് ഒന്നും കൂടി ഒരു ഓട്ടപ്രദർശനം. ഇതാ ഞാൻ ഈ പാലത്തിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ ഈ ഭാഗത്തേക്കൊന്നും പോയില്ല. ഞങ്ങൾക്ക് തിരക്ക് പിടിച്ച യാത്രയാണ്. എന്താ ചെയ്യുക. അതുകൊണ്ട് മസലാമ പറയും. ഇത് നിലമ്പൂർ ഊട്ടി റോഡാണ്. കാടിന് നടുവിലേക്കൂടെയുള്ള ഒരു യാത്ര. എന്ത് രസമാണെന്നറിയോ. അപ്പോൾ നമുക്കിങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ചില യാത്രകളൊക്കെ വളരെ നല്ലതാണ്. ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരു ചെറിയ ഒളിച്ചോട്ടം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു യാത്ര നടത്തുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ ഊർജം പകരും. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളുമായി ഞാൻ ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്തും. ഇതിൻ്റെ തന്നെ തുടർ യാത്രകളുമായി അടുത്ത് തന്നെ വേഗം എത്തുന്നതാണ്. അതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ കോൺടാക്റ്റിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.
ലൈക്കും കമൻറ്റും തരാനും മറക്കണ്ട. സസ്നേഹം വിട യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.